ഹലോ ഓൾ, അപ്പോൾ ക്രഞ്ചി സ്റ്റോറീസിൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു ഫുഡ് വ്ളോഗായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഫുഡ് വ്ളോഗായിട്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ബിരിയാണി കഴിക്കാൻ പോയൊരു സ്പോട്ടൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഒത്തിരി നാളായിട്ട് ഈ ഒരു സ്പോട്ടിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കിരണേട്ടും ശരത്തും വിജയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഇവർക്കെല്ലാം ഒന്നിച്ച് ഓഫ് കിട്ടിയതുകൊണ്ട് തന്നെ അങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ട്രിച്ചിയിലോട്ട് യാത്ര തിരിച്ചു. അപ്പോൾ ഈ ഒരു സ്പോട്ട് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോട്ടയംകാരനായ എബിൻ ജോസ് ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ടാണ്. അപ്പോൾ പുള്ളി ട്രിച്ചിയിലോട്ട് വന്നപ്പോൾ ഫുഡ് കഴിച്ച സ്പോട്ടുകൾ നോക്കി അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥലം കാണുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണമല്ലോ, നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിന് തെറ്റില്ലല്ലോ. പിന്നെ ഈ ഒരു സ്ഥലം ഞാൻ കാണിക്കാൻ വേണ്ടി തന്നെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ട്രിച്ചിയിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ്, അതായത് പുതുതായിട്ട്, അതായത് നേച്ചറുമായിട്ട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കാമെന്നൊരു ഉദ്ദേശത്തോടു കൂടി ആർട്ടിഫിഷ്യലി ഒരു ഫോറസ്റ്റ് ഫോം ചെയ്യുന്നൊരു രീതിയുണ്ട്. അപ്പോൾ അങ്ങനെ ഫോം ചെയ്ത കുറച്ച് സ്ഥലങ്ങളാണ്. ഒത്തിരി ദൂരം ഏക്കർ കണക്കിന് സ്ഥലത്തിന് അവർ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ലാൻഡ് ഫ്രീ ആയിട്ട് കിടക്കുന്ന ലാൻഡുകളിൽ അവരിങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ ഇതിൽ തന്നെ ഒരു സ്പോട്ടിൽ ഞങ്ങളിങ്ങനെ അകത്ത് ആനയുണ്ടെന്നൊക്കെ ബോർഡ് വെച്ചിട്ടുള്ളതും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിതേ ട്രിച്ചിയിലെത്തിയിരിക്കുകയാണ്. ട്രിച്ചിയിലെത്തിയിട്ട് നേരെ നമ്മുടെ ഫുഡ് സ്പോട്ടിലോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് നമുക്ക് റെയിൽവേ ജംഗ്ഷനിൽ പോകുന്ന ആ റോഡാണ് നമുക്ക് ടേൺ ചെയ്ത് പോവേണ്ടത്. അപ്പോൾ ഈ ഒരു സ്പോട്ടിനെ പറ്റി കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ വേറെയും പലയിടത്തും അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രിച്ചിയിൽ അത്യാവശ്യം ഒത്തിരി പേര് വന്ന് ഫുഡൊക്കെ കഴിക്കുന്ന ഒരു സ്പോട്ടായിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. ഏകദേശം ഒരു ദിവസം തന്നെ ഏകദേശം 5000 മുതൽ 10000 വരെ ബിരിയാണി ചിലവാകുന്നൊരു സ്ഥലം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലല്ലോ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ടായിരുന്നു. കുറച്ച് ദൂരം കൂടെ ട്രാവലിംഗ് ഉള്ളുമായിരുന്നു. ഞങ്ങൾക്കിപ്പോൾ പെരമ്പല്ലൂരിൽ നിന്ന് ഈ ഒരു സ്പോട്ടിലോട്ട് വരണമെങ്കിൽ ഏകദേശം 60 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് റോഡ് അത്രയും നല്ല റോഡായത് കാരണം ആ ഒരു ലോങ് ജേർണി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇരുന്നിരുന്ന് നമ്മളിതേ നമ്മുടെ ഫുഡ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റി ഈ ഇരിക്കുന്ന വണ്ടികളെല്ലാം അങ്ങോട്ട് വന്ന ആ കടയിലോട്ട് വന്ന വണ്ടികളാണ്. അപ്പോൾ അവിടെ ഒരു തുണിയൊക്കെ വെച്ച് കവർ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ കണ്ടില്ലേ, അതാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഫുഡ് സ്പോട്ട് ബിരിയാണി കട എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ദിണ്ടുകൽ ബിരിയാണിയാണ്. അത്രയും ലോങ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൽ ഓരോ പോർഷനിലും അവർ ഓരോ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെന്നു. അപ്പോൾ ആദ്യം തന്നെ ബിരിയാണി ട്രൈ ചെയ്യാൻ പോയതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഫുഡ് വാങ്ങാനാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ചെന്നപ്പോൾ അവിടെ ചേച്ചിമാർ പറഞ്ഞു അവിടെ പോയി ആദ്യം ടോക്കൺ എടുക്കണം. അങ്ങനെ ഞങ്ങൾ ടോക്കൺ എടുക്കാനായിട്ട് പോയി. അപ്പോൾ ടോക്കൺ എടുക്കുന്നിടത്ത് അവർ പറഞ്ഞു മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചിക്കൻ കബാബാണ് അവിടുത്തെ സ്പെഷ്യൽ അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ബിരിയാണിക്ക് ഒരേ റേറ്റ് തന്നെയാണ്, 180 ആണ് ചിക്കനും മട്ടനും, പിന്നെ കബാബ് 30 റുപ്പീസ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ചെന്നു ടോക്കൺ വാങ്ങി. തൊട്ടടുത്ത കൗണ്ടറിൽ തന്നെ ആ ടോക്കൺ കൊടുത്താൽ ഒരു ബിരിയാണി തരും. അപ്പോൾ കണ്ടില്ലേ, മട്ടൻ ബിരിയാണിക്കൊക്കെ അത്യാവശ്യം മട്ടൻ നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണിക്കും അതുപോലെ തന്നെയാണ്. ചിക്കൻ അത്യാവശ്യം പീസുകളൊക്കെ കൂടുതൽ, അതായത് ഒരു 3 വലിയ പീസൊക്കെ ചിക്കൻ ബിരിയാണിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിലൊന്നും വേറെ പ്രശ്നമൊന്നും നമുക്ക് തോന്നിയില്ല. അപ്പം ചെന്നപാടെ നമ്മൾ എന്ത് ചെയ്തു, ആ ഫുഡ് കാലിയാക്കലായിരുന്നു പ്രധാന പരിപാടി. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞങ്ങൾ അവരോട് തന്നെ ചോദിച്ചിട്ട് അവിടെ ഒന്ന് കയറി കാണണമെന്നുണ്ടായിരുന്നു. അവിടെ ഫുഡ് എടുക്കുന്ന സ്ഥലവും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. അവർ സന്തോഷത്തോടെ നമ്മളോട് കയറി വീഡിയോ ഒക്കെ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഇവർ ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സൈഡാണ് ഏറ്റവും എൻഡിൽ. അവിടെ നിന്ന് ആവശ്യത്തിനനുസരിച്ച് ഫുഡ് വിളമ്പുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോവുകയാണ് ഇവർ ചെയ്യാറുള്ളത്. അപ്പോൾ അവിടെ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, പിന്നെ സാലഡ്, പിന്നെ അതുപോലെ തന്നെ ഇവരുടെ സാലന, അതാണ് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ആവശ്യാനുസരണം അവരൊരു ഉന്തുവണ്ടിയിൽ അപ്പുറേ സൈഡിലോട്ട്, സർവിങ് സൈഡിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഈ സർവിങ് സൈഡ് എന്ന് പറയുമ്പോൾ അവിടെ തന്നെയാണ് ഇവർ പാഴ്സൽ പാക്ക് ചെയ്യുന്നതും എല്ലാം അവിടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ ചെന്നതിന് ശേഷമാണെങ്കിൽ ഒത്തിരി പേര് അവിടെ വരുന്നുണ്ടായിരുന്നു. പാഴ്സൽ വാങ്ങാനായിരുന്നാലും അതുപോലെ തന്നെ അവിടെ ഇരുന്ന് കഴിക്കാനായിരുന്നാലും അത്യാവശ്യം നിറച്ച ആളുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ലോങ് ആയതിന് എല്ലാവർക്കും പല സ്ഥലത്തും ഇരുന്ന് കഴിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതവർ സെർവ് ചെയ്യുന്നതും പാഴ്സൽ പാക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ആ ചേട്ടൻ ഞങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെയൊക്കെയാണ് പാഴ്സൽ ചെയ്യുന്നതെന്നും അത് പാക്ക് ചെയ്യുന്നത് രീതിയും ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ ബിരിയാണി അവിടെ
സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ആ ചെമ്പൊക്കെ ഞങ്ങൾക്ക് തുറന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ ഫുഡിൻ്റെ ക്വാളിറ്റിയും അവരുടെ ആ ഒരു കോൺഫിഡൻസും തന്നെയാണ് ശരിക്കും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നമുക്കങ്ങനെ മോശം പറയാനൊന്നുമില്ല. ക്വാണ്ടിറ്റി ബേസ് ആയിരുന്നാലും ക്വാളിറ്റി ബേസ് ആയിരുന്നാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാർ. അപ്പോൾ എല്ലാവരും നമ്മളെ ഭയങ്കര സന്തോഷത്തോടെ വെൽക്കം ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നമുക്ക് തോന്നിയത്. അപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തോടെ ബായൊക്കെ പറഞ്ഞാണ് ഞങ്ങളെ അവിടെ നിന്ന് വിട്ടത്. അപ്പോൾ ഈ തിരക്ക്, ആൾ വരുന്നു, സാധനം വാങ്ങുന്നു, പോകുന്നു, അങ്ങനെ ഒത്തിരി നേരം ഞങ്ങൾ നിന്ന സമയത്ത് തന്നെ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തൊട്ടടുത്ത് തന്നെ പാനും ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് നേരെ പെരമ്പല്ലൂരിലോട്ട് യാത്ര തിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അടിപൊളി ഫുഡ്, അടിപൊളി എക്സ്പീരിയൻസ്, വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.